ജനജീവിതത്തിന് ദുരിതമായതിന്റെ പേരിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട ഫ്രഷ് കട്ടിനെതിരെയുള്ള തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് ഇറച്ചി മാലിന്യ സംസ്കരണ സ്ഥാപന ഉടമകൾ നൽകിയ ഹർജിയിലാണ് കോടതി താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. പരിസരവാസികൾക്ക് കടുത്ത ദുരിതമുണ്ടാവുകയും ഇതിനെ തുടർന്ന് ജനങ്ങൾ നിരന്തരം പരാതി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന താമരശ്ശേരി അമ്പായത്തോടിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടിയ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നടപടിയാണ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞത്. പ്രദേശത്തെ വെള്ളവും വായുവും മലിനീകരിക്കപ്പെടുന്നതിന്റെ പേരിൽ വിവിധ വകുപ്പുകളുടെ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് PUC അടിയന്തര ഇടപെടലുണ്ടായത്. സ്ഥലം MLA ആയ PK ഫിറോസ് പ്ലാന്റ് സന്ദർശിച്ച ശേഷം സർക്കാരിൽ നടത്തിയ ഇടപെടലാണ് പ്ലാന്റിന്റെ പെട്ടെന്നുള്ള അടച്ചുപൂട്ടലിലെത്തിയത്. പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവിനെതിരെ ഫ്രഷ് കട്ട് ഉടമകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചത്. കളക്ടർ ഉൾപ്പെടെ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് വിദഗ്ധ സംഘം നാളെ തന്നെ സ്ഥലം പരിശോധിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്ലാന്റ് പൂട്ടാനുള്ള ഉത്തരവിൽ ആഹ്ലാദ പ്രകടനമടക്കം ജനങ്ങൾ ഈ പ്രദേശത്ത് നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവ് വന്നിരിക്കുന്നത്. CTV പ്രാദേശിക വാർത്ത, താമരശ്ശേരി.